ഓസം ഫിലിം. അടിപൊളി സിനിമയായിരുന്നു. മാരേജിനെ ഭയങ്കര നോർമലൈസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഒരു ഇമോഷൻ്റെ ഒരു റോളർ കോസ്റ്റർ പോലെ തോന്നിയിട്ടുണ്ട്. നല്ല കോമഡി മൂവി ആയിരുന്നു ആക്ച്വലി. നല്ല വേർത്ത് സിനിമയായിരുന്നു. കിഡിലൻ സിനിമ. ചിരിക്കാൻ വരുന്നത് ഈ സിനിമ കാണാൻ വന്നേ പറ്റൂ. ഫാമിലിയൊക്കെ അടിപൊളിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റും. ഭയങ്കര ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്നു. എന്ത് ഭംഗിയായിരുന്നു. ഇപ്പൊ ആ ഒരു ലുക്കാണ് അതിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. കാണാൻ ആ ഒരു ഏജ് ഒന്നും തോന്നിക്കുന്നില്ല. ഭയങ്കര യങ് ആയിട്ട് ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു. ഒരു നല്ലൊരു മൂവി ആയിരുന്നു. ഇപ്പോൾ മീര ജാസ്മിൻ നമുക്ക് മീര ജാസ്മിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു അച്ഛൻ്റെ അമ്മ അല്ലെങ്കിൽ സ്വപ്നക്കൂട് പോലുള്ള മൂവീസാണ്. ഇപ്പോൾ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് മീര ജാസ്മിൻ റിട്ടേൺ വരുന്നത്. ഒരു തിരിച്ചു വരവ്, അതൊരു ഈ മൂവിയിലൂടെ നല്ലൊരു തിരിച്ചു വരവാണ്. പഴയൊരു മീര ജാസ്മിൻ്റെ ഫ്രെയിം എവിടെ കൊണ്ടൊക്കെ ഫീൽ ചെയ്തു. പിന്നെ നല്ലൊരു സ്റ്റോറിയാണ്. ആരും അങ്ങനെ എടുത്തു വയ്ക്കാത്ത അല്ലെങ്കിൽ ഒരു വെറൈറ്റി എനിക്ക് തോന്നിയിരുന്നു. അതുപോലെ അവർ തമ്മിലുള്ള കോംബോ എക്സ്പെഷ്യലി പറയാനുള്ളത് നമുക്ക് അത് ഈ എക്സ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സ്റ്റോറി ആകുമ്പോൾ നമുക്ക് ആ കോംബോ വർക്കൗട്ട് ആവണമെന്നില്ല. പക്ഷെ അവർ തമ്മിലൊരു കോംബോ അല്ലെങ്കിൽ അത് ശരിക്കും പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു കോംബോ ആണ്. നല്ലൊരു മൂവിയാണ്. മെസ്സേജ് പോലെ തന്നെയാണ് ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് ഇവിടെയും ഉദ്ദേശിച്ചിട്ട് അത് നല്ല രീതിയിൽ പ്രേക്ഷകരിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രസൻറ്റേഷനും മേക്കിംഗ് വൈസും മൂവി അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് ആ ഒരു ക്ലൈമാക്സ്, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ക്ലൈമാക്സ്. നല്ലൊരു മൂവിയാണ്. അവർ തമ്മിൽ കോംബോ ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ ഒരു കോംബോ വർക്കാവുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് ഇരുന്ന് കണ്ടത്. ഇവരുടെ ഒരു കോംബോ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. നല്ലൊരു കോംബോ, നല്ലൊരു എൻ്റർടൈൻഡ് ആയിട്ടുള്ള കണ്ടു. നല്ല ഒരു അടിപൊളി സിനിമ തന്നെയാണ്. കണ്ടിരിക്കാവുന്ന നല്ല രസകരമായിട്ട് 2.5 മണിക്കൂർ നമ്മൾ പോയതേ അറിഞ്ഞില്ല. 2.5 മണിക്കൂറിനുണ്ട് പടം ഇത്രയും വലിയൊരു പടമാണെന്ന് പറയത്തുമില്ല. കാരണം നല്ല രീതിയിൽ എടുത്തു, ഒരു ലാഗ് തോന്നാത്ത രീതിയിൽ രസകരമായിട്ട് പടം ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ഷൻ, നല്ല കോംബോ. പ്രത്യേകിച്ച് മീര ജാസ്മിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നടിയായിരുന്നു. അവർ വീണ്ടും ഒന്നുകൂടെ ഇത്രയും നല്ല മനോഹരമായ ഒരു സിനിമയിലൂടെ കാണാൻ കഴിഞ്ഞതിന് വലിയൊരു സന്തോഷം. മെസ്സേജ് എന്ന് പറയാനില്ല. ഇതിപ്പം ഓരോരുത്തർ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന പ്രായത്തിന് മൂത്ത ആളുകളെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അതിപ്പോൾ നമുക്കൊരു സിനിമയിലൂടെ രസകരമായിട്ടൊന്ന് കണ്ടു, അത്രയും. സിനിമയെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത് ഒരു ഏജ് ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു പലരും, അതായത് പണ്ട് ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും ഉള്ള ഒരു കാര്യം തന്നെയാണ് ശരിക്കും ഇത് പറയുന്നത്. പക്ഷെ ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ഒരു മൂവി വലിയൊരു സംഭവമായിട്ട് തോന്നത്തില്ല. പക്ഷെ കൊള്ളാം. ഓവറോൾ മെസ്സേജ് ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും നല്ല പണ്ടും നടക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൽ ഒരുപാട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഫാമിലിക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വപ്നങ്ങളെല്ലാം ത്യജിച്ചിട്ട് അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും നല്ലൊരു പാർട്ട്ണർ അവരുടെ ലൈഫിലേക്ക് വന്നാൽ അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പം അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അല്ലാതെ ഏജ് അല്ലെങ്കിൽ അങ്ങനെ അതൊന്നും അല്ല ഒരു മാരേജ് ലൈഫിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് പാർട്ട്ണറിനെ റെസ്പെക്റ്റ് ചെയ്യുക, ആളുടെ സ്വപ്നങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി കൂടെ നിൽക്കുക. അതാണ് എനിക്ക് തോന്നുന്നു ഇതുവഴി കൊടുക്കുന്ന ഒരു മെസ്സേജ്. അതിനുവേണ്ടി മാത്രമായിരിക്കും ഏജ് ഇതിലൊരു കാരണമാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. മാരേജിന് ഒരിക്കലും ഒരു പക്വത ഉണ്ടായിരിക്കണം. പക്ഷേ ഇതിൽ കാണിക്കുന്ന ഒരു നായകന് പക്വതയും ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നില്ല. പക്ഷേ ഒരു ശരിയായ പാർട്ട്ണർ വന്ന സമയത്ത് വരുന്നുള്ളതായിട്ടാണ് കാണിക്കുന്നത്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്.